തൃശൂർ പൂരത്തിന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇത്തവണ എത്തും. ചെമ്പുക്കാവ് ശ്രീ കാർത്യായനി ഭഗവതിയുടെ തിടമ്പാകും ഇക്കുറി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഏറ്റുന്നത്. കഴിഞ്ഞ വർഷം നെയ്തലക്കാവ് അമ്മയുടെ തിടമ്പേറ്റിയിരുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായിരുന്നു. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആന എഴുന്നള്ളത്തിന് കൊണ്ടുവന്നാൽ തിരക്ക് കാരണം തിരികെ കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത്തവണ രാമൻ ഉണ്ടാവില്ല എന്നായിരുന്നല്ലോ നേരത്തെ കേട്ടിരുന്നത്. ആ തീരുമാനം മാറിയത് എങ്ങനെയാണ്? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഈ ആനയെ പൂരത്തിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു തെച്ചിക്കോട്ടുകാവ് ദേവസ്വം അടക്കം ഉണ്ടായിരുന്നത്. കാരണം ഈ വലിയ തിരക്ക് മറ്റു കാര്യങ്ങളെല്ലാം കാരണം ഈ തവണ പൂരത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നൊരു ആലോചന ഉണ്ടായിരുന്നു. പക്ഷേ ഈ പൂരപ്രേമികളെല്ലാം സംബന്ധിച്ച് രാമൻ തൃശൂർ പൂരത്തിൽ പങ്കെടുക്കണമെന്നൊരു ആവശ്യം ഇതിന് പിന്നാലെ, ഈ വാർത്തകൾ വന്നതിന് പിന്നാലെ തെച്ചിക്കോട്ട് ദേവസ്വത്തെ പലരും അറിയിച്ചു. അതിൽ പൂരപ്രേമികളുടെ അടക്കം നിരന്തരം ഫോൺ കോളുകൾ അടക്കം ലഭിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഇതോടുകൂടി രാമനെ പൂരത്തിൽ പങ്കെടുപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തെച്ചിക്കോട്ടുകാവ് ദേവസ്വം എത്തുകയായിരുന്നു. അങ്ങനെ ഘടകക്ഷേത്രങ്ങളുമായി നടത്തിയ ചർച്ചയിലാണ് ഇപ്പോൾ ചെമ്പൂക്കാവ് ശ്രീ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതിയുടെ തിടമ്പേറ്റാൻ രാമനെ നിയോഗിച്ചിരിക്കുന്നത്. സാധാരണ നെയ്തിലക്കാവ് അമ്മയുടെ തിടമ്പേറ്റി ഈ പൂര ദിവസം രാമൻ എത്തുന്നതാണ് പതിവ്. പക്ഷേ ഇക്കുറി കാർത്യായനി ക്ഷേത്രത്തിലെ ഭഗവതിയുടെ തിടമ്പാകും രാമൻ ഏറ്റുക. എന്തായാലും ഇന്നലെ രാമൻ ഈ പൂരത്തിൽ പങ്കെടുത്തേക്കില്ല എന്ന വാർത്തകൾ വന്നതോടുകൂടി വലിയ സങ്കടത്തിൽ തന്നെയായിരുന്നു പൂരപ്രേമികൾ. രാമൻ എത്തും എന്നറിഞ്ഞതോടുകൂടി വലിയ ആവേശത്തോടുകൂടി ഈ രാമൻ എത്തുന്ന വാർത്ത ഏറ്റെടുത്തിരിക്കുകയാണ് പൂരപ്രേമികൾ. വിജയകുമാർ. യെസ്, ചെമ്പുക്കാവ് ശ്രീ കാർത്യായനി ഭഗവതിയുടെ തിടമ്പാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഏറ്റുന്നത്. കഴിഞ്ഞ വർഷം നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റിയിരുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായിരുന്നു. ഇത്തവണ രാമൻ എഴുന്നള്ളത്തിനുണ്ടാകില്ല എന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നു, വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ഇത്തവണയും എഴുന്നള്ളത്തിനുണ്ട് എന്നാണ് ഇപ്പോൾ സംഘാടകർ അറിയിച്ചത്. സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.